ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറി പുട്ടുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഐസ് മെൽറ്റ് ആവാനുള്ളൂ. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ കറികൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 വലിയ ഉള്ളി എടുത്തിക്കണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ വലിയുള്ളി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കനം കുറഞ്ഞിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികൾ കരിഞ്ഞു പോവാതെ എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആ ഒരു പേസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണേ. അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറിയിട്ട് വന്നിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണ്. ആ ടൈമിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ്. ഒന്നും കൂടി വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ട് എടുത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്കൊക്കെ പോവുകയാണെന്ന്. അപ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് വെള്ളം മാറ്റാനുള്ള ചെടികളൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ ഒഴിച്ചു കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ.
അങ്ങനെ പ്ലാന്റിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കഴിഞ്ഞിട്ടോ. പുറത്തേക്ക് വെക്കാനുള്ളതൊക്കെ പുറത്തേക്ക് വെച്ചെടുത്തു, വെള്ളമൊക്കെ മാറ്റാനുള്ളത് മാറ്റി, നനച്ചെടുക്കാനുള്ളതൊക്കെ നനച്ചെടുത്തു. അതുപോലെ തന്നെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടിടും ചെയ്തു കേട്ടോ. പോകുമ്പോൾ എന്തായാലും ഇതുപോലെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിടും. അങ്ങനെ ഇതാ ഒരു വൈകുന്നേരം ആയപ്പോൾ പോകാനൊക്കെ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. പിന്നെ ഇതാ പോണ വഴിയിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഇത് പെരിന്തൽമണ്ണയിലെ അടിപൊളി ഒരു ഫ്രൂട്ട് ഷോപ്പാണ് കേട്ടോ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.